എനിക്ക് MA പഠിക്കുന്ന സമയത്ത് തന്നെ ഫസ്റ്റിൽ തന്നെ പ്രിലിമിനറി കിട്ടി. പ്രിലിമിനറി എല്ലാ വർഷവും കിട്ടി സിമ്പിളായിട്ട്. MA പഠിക്കുന്ന സമയത്ത് തന്നെ കിട്ടി. 2 വർഷം MPhil പഠിക്കുന്ന സമയത്തും കിട്ടി. പക്ഷേ അത് കൂടുതൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല, കാരണം സമയമില്ല. അപ്പോൾ MPhil 2 വർഷമായിരുന്നു, MA 2 വർഷമായിരുന്നു. ഇതിനിടയ്ക്ക് സെക്കൻഡ് ഇയർ MA പരീക്ഷ എഴുതി, അപ്പം കിട്ടി. അങ്ങനെ 3 വർഷം പ്രിലിമിനറി കിട്ടിയിട്ട് മെയിൻസും ഒന്ന് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷൻ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ 3 അറ്റംപ്റ്റ് വെറുതെ വേസ്റ്റ് ചെയ്തു. പിന്നെ MPhil കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഫുൾ ടൈം ആയിട്ട് പഠിക്കാൻ തോന്നിയത്. അങ്ങനെ ഫുൾ ടൈം നിന്ന് പഠിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരിക്കൽ പ്രിലിമിനറി കിട്ടി, പിന്നെ മെയിൻസ് കിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഒരിക്കൽ പ്രിലിമിനറി ഇടയ്ക്ക് പോയി. അപ്പോഴാണ് ഞാൻ ഷോക്കാകുന്നത്. കാരണം പ്രിലിമിനറി വളരെ സിമ്പിളായിട്ട് ഞാൻ എപ്പോഴും കിടക്കുന്ന ആളാണ്. പിന്നെ അന്ന് ആക്ച്വലി എനിക്ക് തോന്നുന്നത് ശരിക്കും പ്രിപ്പറേഷനിലായിരുന്നു. പിന്നെ ഒരിക്കൽ കൂടി പ്രിപ്പയർ ചെയ്തപ്പോൾ ഇൻ്റർവ്യൂ വരെ പോയി. പിന്നെ 2ാമത്തെ അറ്റംപ്റ്റിൽ ലാസ്റ്റ്. സാർ അപ്പോൾ കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു? കോച്ചിങ് പ്രിലിമിനറി ഞാൻ കാര്യമായിട്ടൊന്നും പോയിട്ടില്ല. അങ്ങനെ കോച്ചിങ്ങിൻ്റെ നമുക്ക് അന്ന് സയൻസ് സബ്ജക്റ്റ് പഠിക്കണം. അത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, എക്കണോമിക്സും. ഗവൺമെൻറ് ഒരു യൂണിറ്റ് ICSE TS എന്നതിന് പോയിരുന്നു. പക്ഷെ അത് ഒരു ഹോസ്റ്റലിൽ നിന്നുള്ളേക്ക് മാത്രമേ പോയിട്ടുള്ളൂ. അല്ലാതെ എഡ്യൂക്കേഷൻ കോച്ചിങ് ആയിട്ടൊന്നും ശരിക്കും കിട്ടിയിട്ടില്ല. പിന്നെ നമ്മുടെ കൂടെ ഉള്ള ഒരു സഹപാഠികളുള്ളതുകൊണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ കോച്ചിങ് ഓരോരുത്തർ പോകുന്നത് നല്ലതാണ്. കാരണം ഞാൻ എക്കണോമിക്സ് വളരെ തറവായിരുന്നു, എൻ്റെ സബ്ജക്റ്റിൽ വളരെ തറവായിരുന്നുകൊണ്ട് ഈ പ്രിലിമിനറി കിട്ടാനായിട്ട് പ്രയാസമൊന്നുമില്ല. കാരണം അത് പണ്ടേ ഞാൻ പ്ലാൻ ചെയ്ത 10ാം ക്ലാസ്സിൽ തന്നെ പ്ലാൻ ചെയ്ത കിട്ടണം എന്ന് വെച്ചിട്ട്. അതുകൊണ്ട് പ്രിലിമിനറി കിട്ടുന്നത് വലിയ പ്രയാസമില്ലായിരുന്നു. മെയിൻസിൻ്റെ റൈറ്റിംഗ് സ്കില്ലിൽ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എഴുതാനായിട്ട് എനിക്ക് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമായിരുന്നു. എനിക്ക് കൂടുതൽ സമയം എഴുതാൻ പറ്റത്തില്ല. ഒരു മാക്സിമം എനിക്ക് ഒരു പേപ്പർ 18 പേജിന് അപ്പുറത്തേക്ക് എഴുതാൻ സാധിക്കത്തില്ല. അത്രയ്ക്ക് സ്ക്രിബിൾ ചെയ്യും. 90% മാർക്ക് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ഈവൻ ഇത് കിട്ടിയ സമയത്ത് നോക്കിയാൽ 90% അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ആ അവസ്ഥ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അവസ്ഥ. അങ്ങനെ ഭാഗ്യം തന്നെ കിട്ടിയെന്ന് പറയാം. പിന്നെ ഇന്റർവ്യൂ വളരെ കൂളായിരുന്നു. ഇന്റർവ്യൂ ആക്ച്വലി ഞാൻ വളരെ കോൺഫിഡൻ്റാണ്. ഇന്റർവ്യൂവിൽ പൊതുവേ അത്രയ്ക്കും, കാരണം നോളജ് അനുസരിച്ച് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. വീക്ക്നെസ് ഇതായിരുന്നു, മെയിൻസ് ആയിരുന്നു. പിന്നെ ഡെറാഡൂണിലായിരുന്നു. അതെ, അത് കഴിഞ്ഞിട്ട് ഡെറാഡൂണിൽ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ സാറിൻ്റെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് എവിടെയായിട്ടായിരുന്നു? ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് നമ്മുടെ ആദ്യം ഞാൻ പോയത് ASP ട്രെയിൻ ആയിട്ട് കാസർഗോഡായിരുന്നു. കാസർഗോഡ് കാഞ്ഞങ്ങാട് ASP ആയിട്ട്, കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷൻ ഇൻചാർജായിട്ട് 3 മാസം ഉണ്ടായിരുന്നു.